നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വയനാട് ദുരന്ത ബാധിതർ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും വരെ നടപടികളൊന്നും സ്വീകരിക്കരുത് എന്നാണ് ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവരടങ്ങിയ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ അറിയിക്കണം. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഈ കോടതിയെ അറിയിക്കുന്നതുവരെ ദുരിതബാധിതർക്കെതിരെ നിർബന്ധിത നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു, കോടതി പറഞ്ഞു. 2024 ജൂലൈ 30 വായ്പയ്ക്കുണ്ടായ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതി പരിഗണിച്ചത്. വിഷയത്തിൽ ബാങ്കുകളുടെ സംസ്ഥാനതല അസോസിയേഷനുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വായ്പകൾ എഴുതിത്തള്ളാവുന്ന മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ MRL സുന്ദരേശൻ കോടതിയെ അറിയിച്ചു. ഇതിൽ ദേശീയതല കമ്മിറ്റിയുടെ അഭിപ്രായം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിത ബാധിതരുടെ പുനരധിവാസ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് നിശ്ചിത സമയപരിധിയെക്കുറിച്ചും കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 529.50 കോടി രൂപയുടെ ദീർഘകാല പലിശരഹിത വായ്പ അനുവദിച്ചിട്ടുണ്ടെന്നും മാർച്ച് 31 മുമ്പ് പണം വിനിയോഗിക്കണമെന്നാണ് വ്യവസ്ഥയെന്നും കേന്ദ്രം അറിയിച്ചു. എന്നാൽ ഈ സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് അസാധ്യമാണെന്ന് കോടതിയെ നിരീക്ഷിച്ചു. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുമെന്നത് കൊണ്ടാണോ പദ്ധതി നടത്തിപ്പിന്റെ അവസാന തീയതി മാർച്ച് 31 ആക്കിയത്, അതോ പദ്ധതി നടപ്പാക്കുന്ന ഏജൻസിക്ക് മാർച്ച് 31 മുമ്പ് പണം നൽകണമെന്നാണോ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യങ്ങൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു.